പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തന്റെ ചതിയുമായി മുന്നോട്ട് പോവുകയാണ് സിദ്ധാർത്ഥ്. ഇതേ തുടർന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയും ഇതോടെ തന്റെ വശത്താക്കിക്കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കാവ്യയെ സിദ്ധു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധു കാവ്യയെ ഇനി ആർക്കും താൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ ഫോൺ ചെയ്യുന്ന സിദ്ധാർത്ഥ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും ഇനി യാതൊരു വിധത്തിലുമുള്ള പേടി വേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി അവളെ കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് ഇവിടെ ആരും തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. കൃഷ്ണ അറിയുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം എന്നുള്ള നിർദ്ദേശം ഇതേ തുടർന്ന് കിട്ടിയതിനെ തുടർന്ന് താൻ അതെല്ലാം കൃത്യമായി ചെയ്തുകൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന സിദ്ധാർത്ഥ് ഉടൻ തന്നെ ഇതേ തുടർന്ന് ഫോൺ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് മുത്ത് കയറി വരുന്നത്. ഇതോടെ സിദ്ധാർത്ഥ് ആകെ ഞെട്ടിപ്പോകുന്നു. താൻ അമ്മയോട് പറഞ്ഞതെല്ലാം അവൾ കേട്ടു കാണുമോ എന്നുള്ള ചോദ്യം മനസ്സിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. ഇവൾ ഇനി വീട്ടിലുള്ള എല്ലാവരോടും താൻ ചെയ്ത കാര്യം വിളിച്ചു പറയുകയാണ് എങ്കിൽ തൻ്റെ ഇമേജിന് തന്നെ തിരിച്ചടിയാകും എന്ന് ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ തനിക്കൊരിക്കലും കാവ്യയെ അതോടെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് ഉടൻ തന്നെ മുത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ്. മുത്തിന്റെ കൈയും അതുപോലെ തന്നെ മുഖവും മറച്ചുകൊണ്ട് തൻ്റെ കാറിലേക്ക് മാറ്റുന്ന സിദ്ധു ഉടൻ തന്നെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നും മാറ്റി മറ്റെവിടെയെങ്കിലും എത്തിക്കണം എന്നും തീരുമാനിക്കുന്നു. ഇതേ സമയം അവിടേക്ക് മണിക്കുട്ടി കടന്നു വരികയാണ്. ഇതോടെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുവെങ്കിലും മണിക്കുട്ടി അത് കാര്യമാക്കാൻ തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ശബ്ദം അതിലുണ്ടായതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് മണിക്കുട്ടി പോവുകയാണ്. പക്ഷേ വീട്ടിലെത്തിയിട്ടും മുത്തിനെയും അതുപോലെ തന്നെ കാവ്യയെയും കാണാൻ സാധിക്കുന്നില്ല. ഇതോടെ അവർ എവിടെ പോയി എന്ന് കണ്ടെത്താൻ വേണ്ടി മണിക്കുട്ടി കൃഷ്ണയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. കൃഷ്ണയോട് മുത്തിനെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് പറയുകയും അതുപോലെ തന്നെ കാവ്യം എവിടെ പോയി എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സംശയങ്ങൾ കൃഷ്ണയിലും ഉണ്ടാകുന്നത്. ഇതോടെ കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ഉടൻ തന്നെ കാവ്യയെ കണ്ടെത്താൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് തന്നെ താലി കെട്ടണം എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് ഉമ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ. മാത്രവുമല്ല കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃഷ്ണയെ ട്രാപ്പിലാകുന്നതിനായി ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നു ഉമ. അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് കളയാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്ണ. എന്തായാലും കാവ്യയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിനിടയിലാണ് കാറിന്റെ ഡിക്കിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ശബ്ദം മണിക്കുട്ടി കേട്ടതായി ഓർമ്മിക്കുന്നത്. ഇതോടെ സിദ്ധുവിന്റെ കാറിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത് എന്നുള്ള കാര്യം മണിക്കുട്ടി കൃഷ്ണയോട് പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ എന്തായാലും സിദ്ധു എവിടെയാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനം
എടുക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയോ കാര്യത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നും ആരൊക്കെയോ പുതിയ പ്ലാനിങ്ങുമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ കാര്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താൻ തീരുമാനം എടുക്കുന്ന കൃഷ്ണ മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതേ സമയം മറ്റൊരു ദുരന്തം കൂടി വന്ന് സംഭവിക്കുകയാണ്. തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൃഷ്ണ തല്ലിയതിന് കൃഷ്ണയ്ക്കെതിരെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത്. മാത്രവുമല്ല, അതിനുവേണ്ടി പ്രതികാരം തീർക്കുന്നതിനുള്ള ഗുണ്ടകളെയും അയക്കുന്നു. കൃഷ്ണ കാവ്യയെയും മുത്തിനെയും അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ ഗുണ്ടകൾ മുന്നിലേക്ക് വന്ന് ചാടുന്നതും മാത്രവുമല്ല വഴി തടയുന്നതും. ഇതോടെ ആകെ പെട്ടുപോവുകയാണ് കൃഷ്ണ. പക്ഷേ ഈ നിമിഷത്തിൽ പതറാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണ പോരാടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഗുണ്ടകളുമായി പൊരിഞ്ഞ അടി നടക്കുകയും ചെയ്യുന്നു. കൃഷ്ണയുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് മുന്നിൽ ഇതേ തുടർന്ന് ഗുണ്ടകൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് അവർ ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ അതിലെ ഒരാളെ പിടികൂടുന്ന കൃഷ്ണ ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിച്ചതിനെ തുടർന്ന് അയാൾ തനിക്ക് അറിയില്ല എന്ന് തുറന്നു പറയുന്നു. പക്ഷേ ഇനിയും സത്യം പറഞ്ഞില്ല എങ്കിൽ കൊന്നുകളയുമെന്നും ഞാനാകെ നിലവിട്ട് നിൽക്കുകയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഭരത് പറഞ്ഞിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുകയാണ് അയാൾ. ഇതോടെ വാശി കൂടിയിരിക്കുകയാണ് കൃഷ്ണയ്ക്ക്. എന്നാൽ ഇതേ തുടർന്ന് ഉടൻ തന്നെ കുഞ്ഞിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ സിദ്ധുവിൻ്റെ പിന്നാലെ പോവുകയാണ് കൃഷ്ണ. എന്നാൽ ഇതിനിടയിൽ സിദ്ധുവാകട്ടെ മുത്തിനെ പിടികൂടിയതിനു ശേഷം ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. നീ ഇല്ലാതാവുകയും അതുപോലെ തന്നെ കൃഷ്ണ കാവ്യയുടെ ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്താൽ പിന്നെ എന്നേക്കുമായി അവൾ എൻ്റെതായി മാറുമെന്നും ഞാനും കാവ്യയുമായുള്ള പുതിയൊരു ജീവിതം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഇതെന്ന് പറയുകയും ചെയ്യുന്നു. നിന്നെ എനിക്ക് ഇല്ലാതാക്കണമെന്നില്ല, പക്ഷേ എന്തു ചെയ്യാം, ഒരു തടസ്സമായി നീ തന്നെയാണ് എൻ്റെ മുന്നിലേക്ക് കയറി വന്നത്. ഇനി ഞാൻ നിന്നെ വെറുതെ വിട്ടാലും നീ എല്ലാ സത്യവും വീട്ടിലുള്ളവരോട് പറയും. അതോടെ വീണ്ടും എൻ്റെ സ്വപ്നം തകരും. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ സ്വപ്നത്തിന് വേണ്ടി നിന്നെ കൊല്ലുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുത്തിനെ കൊല്ലുന്നതിനുള്ള നീക്കം നടത്തുകയാണ് സിദ്ധു. പക്ഷേ ഇതേ സമയമാകട്ടെ ജയമോഹിനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും എങ്ങനെയെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.